മഹാദേവന്റെ ഒരു വാക്കിലോ ഒരു നോട്ടത്തിലോ പോലും ഈ ലോകത്തെ മുഴുവൻ വെണ്ണീറാക്കാൻ കഴിയുന്ന ഒരു മഹാശക്തി. ബ്രഹ്മാവിനും വിഷ്ണുവിനും പോലും തടുക്കാൻ കഴിയാത്ത ആ ദിവ്യായുധം പാശുപതാസ്ത്രം. ആ ഒരു അസ്ത്രം കൊണ്ട് മഹാദേവൻ പ്രപഞ്ചത്തെ വിറപ്പിച്ച ത്രിപുര ദഹനത്തിന്റെ ആരും അറിയാത്ത കഥ. സന്ധ്യാസമയം ഹിമാലയത്തോട് ചേർന്നുള്ള ഒരു ചെറിയ ആശ്രമം. ആൽമര ചുവട്ടിൽ ജ്ഞാനിയായ ഒരു ഋഷിമുനി ഇരിക്കുന്നു. അദ്ദേഹത്തിന് മുന്നിൽ വിനയത്തോടെ അറിവുകൾ പഠിക്കാൻ അദ്ദേഹത്തിന്റെ ശിഷ്യനും. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയെക്കുറിച്ച് അറിയാനുള്ള ശിഷ്യന്റെ ജിജ്ഞാസയ്ക്ക് മറുപടിയായി ഗുരു പതുക്കെ പറഞ്ഞു തുടങ്ങി. പുത്ര, പ്രപഞ്ചം നിശബ്ദമായിരിക്കുമ്പോഴാണ് ഏറ്റവും വലിയ ശക്തികൾ ജനിക്കുന്നത്. കൈലാസനാഥനായ മഹാദേവന്റെ കൈവശമുള്ള എന്നാൽ ഒരിക്കൽ പോലും ഒരു സാധാരണ യുദ്ധത്തിലും വിനിയോഗിക്കാത്ത ആ മഹാഅസ്ത്രത്തെക്കുറിച്ച് അതായിരുന്നു പാശുപതാസ്ത്രം. തുടർന്ന് ആ ശിഷ്യൻ അത്ഭുതത്തോടെ ചോദിച്ചു, ഗുരു, ലോകം മുഴുവൻ കീഴടക്കാൻ കഴിയുന്ന ആയുധമായിട്ടും മഹാദേവൻ എന്തുകൊണ്ട് അത് ഉപയോഗിച്ചില്ല? ഗുരു ഗൗരവത്തോടെ ശിഷ്യനോട് പറഞ്ഞു, പുത്ര, അവിടെയാണ് വിവേകത്തിന്റെ പ്രസക്തി. പാശുപതാസ്ത്രം വെറുമൊരു അമ്പല്ല. അത് മഹാദേവന്റെ ക്രോധത്തിന്റെയും പ്രപഞ്ചത്തിലെ മുഴുവൻ ഊർജ്ജത്തിന്റെയും പ്രഭാവമാണ്. അത് വില്ലിൽ നിന്ന് തുടിക്കേണ്ട ആവശ്യമില്ല. മനസ്സുകൊണ്ടോ നേത്രങ്ങൾ കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ പോലും അത് പ്രയോഗിക്കാം. എന്നാൽ അത് പുറത്തെടുത്താൽ പിന്നെ ഈ കാണുന്ന മരങ്ങളോ പുഴകളോ പക്ഷികളോ എന്തിന് ഈ ഭൂമി പോലും അവശേഷിക്കില്ല. പ്രപഞ്ചം മുഴുവൻ ചാരമായി മാറും. ഒരു യുഗം തന്നെ അവസാനിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ഈ ദിവ്യായുധം. പുത്ര, ഈ അസ്ത്രം ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല എന്ന് കരുതരുത്. അധർമ്മം അതിന്റെ പരിധി ലംഘിക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയായ ഒരു ഘട്ടത്തിൽ സാക്ഷാൽ മഹാദേവൻ ഇത് പുറത്തെടുത്തിട്ടുണ്ട്. അത് ത്രിപുര ദഹനം എന്നറിയപ്പെടുന്ന ആ വിസ്മയ നിമിഷമായിരുന്നു. അസുരന്മാരുടെ ശില്പിയായ മയൻ നിർമ്മിച്ച 3 പറക്കും നഗരങ്ങളായിരുന്നു ത്രിപുരങ്ങൾ. സ്വർണം, വെള്ളി, ഇരുമ്പ് എന്നിവ കൊണ്ട് നിർമ്മിച്ച ഈ നഗരങ്ങൾ ആകാശത്ത് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാമായിരുന്നു. അധർമ്മം നിറഞ്ഞ അസുരന്മാർ ഈ നഗരങ്ങളിൽ ഇരുന്ന് ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ തുടങ്ങി. 1000 വർഷത്തിലൊരിക്കൽ മാത്രം ഈ 3 നഗരങ്ങളും ഒരേ വരിയിൽ വരുന്ന ഒരു നിമിഷമുണ്ട്. ആ നിമിഷം മാത്രമേ അവയെ നശിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ദേവന്മാർ എല്ലാവരും ചേർന്ന് മഹാദേവനോട് സഹായം അഭ്യർത്ഥിച്ചു. ഭൂമിയെ രഥമായും സൂര്യചന്ദ്രന്മാരെ ചക്രങ്ങളായും ബ്രഹ്മാവിനെ സാരഥിയായും മാറ്റി മഹാദേവൻ യുദ്ധത്തിന് തയ്യാറായി. ആ 3 നഗരങ്ങളെയും ഒരൊറ്റ നിമിഷം കൊണ്ട് ഭസ്മമാക്കാൻ മഹാദേവൻ തിരഞ്ഞെടുത്തത് തന്റെ അത്യന്ത ശക്തിയുള്ള പാശുപതാസ്ത്രത്തെയായിരുന്നു. മഹാദേവൻ ആ അസ്ത്രം വില്ലിൽ നിന്ന് തൊടുത്തപ്പോൾ പ്രപഞ്ചം മുഴുവൻ വിറച്ചു. അത് വെറുമൊരു അമ്പായിരുന്നില്ല. പ്രപഞ്ചത്തെ നടുക്കുന്ന സംഹാരരുദ്രന്റെ ക്രോധമായിരുന്നു. ആ ഒരൊറ്റ അസ്ത്രം കൊണ്ട് 3 പറക്കും നഗരങ്ങളും അവയിലെ അസുരന്മാരും നിമിഷം നേരം കൊണ്ട് വെണ്ണീറായി മാറി. അങ്ങനെ അധർമ്മം നശിച്ച് ലോകത്ത് വീണ്ടും സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു. പുത്ര, മഹാദേവൻ അത് സൃഷ്ടിച്ചത് നശിപ്പിക്കാനല്ല, മറിച്ച് രക്ഷിക്കാനാണ്. അഹങ്കാരം കൊണ്ട് ലോകത്തെ വിറപ്പിച്ച അസുരന്മാരെ നിലയ്ക്ക് നിർത്താൻ മറ്റു വഴികളില്ലാതെ വന്നപ്പോഴാണ് മഹാദേവൻ അത് പ്രയോഗിച്ചത്. അല്ലാതെ സാധാരണ യുദ്ധങ്ങളിൽ ഇത് പ്രയോഗിക്കില്ല. അതുകൊണ്ടാണ് പുത്ര, മഹാഭാരതത്തിൽ ഗാന്ധീവധാരി അർജുനൻ തന്റെ പക്കൽ ഈ അസ്ത്രം ഉണ്ടായിരുന്നിട്ടും കുരുക്ഷേത്ര യുദ്ധത്തിൽ ഇത് പുറത്തെടുക്കാതിരുന്നത്. സാധാരണ മനുഷ്യർക്കോ സൈന്യത്തിനോ നേരെ ഇത് പ്രയോഗിക്കുന്നത് അധർമ്മമാണെന്ന് അർജുനൻ അറിയാമായിരുന്നു. പുത്ര, നിന്റെ ഉള്ളിലും ഇതുപോലെ വലിയ കഴിവുകളും ശക്തിയും ഉണ്ടാകും. എന്നാൽ അത് എപ്പോൾ എവിടെ ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കുന്നതിലാണ് നിന്റെ മഹത്വം. പാശുപതാസ്ത്രം പോലെ നിന്റെ ഉള്ളിലെ ദേഷ്യത്തെയും ശക്തിയെയും നീ നിയന്ത്രിക്കാൻ പഠിക്കണം. യഥാർത്ഥ ശക്തി എന്നത് പ്രദർശിപ്പിക്കുന്നതിലല്ല, മറിച്ചത് ആവശ്യമായ നേരത്ത് മാത്രം ഉപയോഗിക്കാനുള്ള വിവേകത്തിലാണ്. മഹാദേവന്റെ പാശുപതാസ്ത്രത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹർ ഹർ മഹാദേവ്.